സഞ്ജു സാംസൺ ഇന്ന് കളിക്കുന്ന 2020 ദക്ഷിണാഫ്രിക്കയിലുള്ള 2020-ൽ സഞ്ജു സാംസൺ എന്തുകൊണ്ട് ടീമിൽ ഉണ്ടാകുന്നില്ല? അയ്യപ്പേട്ട നമുക്കറിയാം. അതിനു മുമ്പ് സഞ്ജുവിലേക്ക് വരും മുമ്പ് സഞ്ജുവിനെ എന്തുകൊണ്ട് ഓപ്പണർ സ്ഥാനത്ത് നിന്ന് നീക്കിയതിനെക്കുറിച്ച് ഇപ്പോഴും ഒരു വ്യക്തമായ കാര്യം പറയുന്നില്ല. അത് പറയുന്നതാണ് ശുഭ്മാൻ ഗില്ലിനെ വൈസ് ക്യാപ്റ്റനായ ശുഭ്മാൻ ഗില്ലിനെ തിരഞ്ഞെടുത്തുകൊണ്ട് ശുഭ്മാൻ ഗില്ലിനെ ഓപ്പണർ ആക്കേണ്ടതുകൊണ്ട് സഞ്ജുവിനെ പുറത്തെടുത്തി. സഞ്ജുവിൻ്റെ മോശം ഫോമിലായിട്ടാണ് സഞ്ജുവിനെ പുറത്താക്കിയതെങ്കിൽ നമുക്കൊരു അങ്ങനെ ഒരു കാരണം പറയാമായിരുന്നു. സഞ്ജു മോശം ഫോമിലില്ല. 2024 അതായത് കഴിഞ്ഞ വർഷം 2020-ൽ 3 സെഞ്ചുറികൾ നേടിയ താരമാണ് സഞ്ജു വി സാംസൺ. ഇനി നമുക്ക് ശുഭ്മാൻ ഗില്ലിലേക്കൊന്ന് വരാം. കഴിഞ്ഞ 14 കളികളിൽ ഒരു അർദ്ധ സെഞ്ചുറി പോലും നേടാൻ ശുഭ്മാൻ ഗില്ലിന് കഴിഞ്ഞിട്ടില്ല. ഇനി ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിലേക്ക് വരാം. 2025-ൽ അതായത് ഈ വർഷം 19 കളികൾ സൂര്യകുമാർ കളിച്ചു. ഏഷ്യ കപ്പിൽ പാകിസ്ഥാനെതിരെ നേടിയ 47 റൺസാണ് സൂര്യകുമാറിൻ്റെ ടോപ്പ് സ്കോർ. ബാക്കി എല്ലാ കളിയിലും അട്ടർ ഫ്ലോപ്പായിരുന്നു സൂര്യകുമാർ യാദവ്. അതുകൊണ്ട് പ്രതിഭയുടെ ധാരാളിത്യം ഉള്ള ഒരു പ്ലെയറാണ് സഞ്ജു വി സാംസൺ. എന്ന് വെച്ചാൽ വേണ്ടത്ര അവസരങ്ങൾ സഞ്ജുവിന് കൊടുക്കുന്നില്ല. ഇനി കഴിഞ്ഞ കളിയിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ആദ്യ 2 മത്സരങ്ങൾ എടുക്കാം. ഇന്ത്യ ജയിച്ചത് ആദ്യ മത്സരത്തിൽ ഇന്ത്യ 101 റൺസിനാണ് ആദ്യ മത്സരം ജയിച്ചത്. ആ മത്സരത്തിൽ 4 റൺസ് മാത്രമാണ് ഈ പറയുന്ന ശുഭ്മാൻ ഗില്ലിന് നേടാനായത്. രണ്ടാമത്തെ മത്സരം ഇന്ത്യ 51 റൺസിന് ഇന്ത്യ ദയനീയമായി പരാജയപ്പെട്ടു. ആ മത്സരത്തിൽ ഈ പറഞ്ഞ ശുഭ്മാൻ ഗില്ല് ഡക്കായിരുന്നു. 1 റൺസ് പോലും സ്കോർ ചെയ്യാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഇന്ന് ഇന്ത്യക്ക് വേണ്ടി മുൻപ് ഏകദിനത്തിലൊക്കെ കളിച്ചിരുന്ന മുഹമ്മദ് കെയ്ഫ്, എസ് ബദ്രീനാഥ് ഉൾപ്പെടെയുള്ള പല റോബിൻ ഉത്തപ്പയും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സഞ്ജുവിനെ ടീമിൽ എടുക്കാത്തതിനെതിരെ, സഞ്ജുവിനെ ഉൾപ്പെടുത്താത്തതിനെതിരെ രൂക്ഷ വിമർശനമാണ് അജിത് അഗാർക്കർക്കും അതുപോലെ തന്നെ ലോതം ഗംഭീറിനെതിരെയൊക്കെ രംഗത്തുന്നത്. തീർച്ചയായിട്ടും സഞ്ജു പ്രതിഭയുടെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നല്ല പ്രതിഭയുടെ ധാരാളത്വമുള്ള പ്ലെയറാണ്. എന്നാൽ വേണ്ടത്ര ഈ പറഞ്ഞ സൂര്യകുമാർ യാദവിനോ ശുഭ്മാൻ ഗില്ലിനോ കിട്ടുന്ന ഒരു പ്രിവിലേജിൻ്റെ ഒരു 25% പോലും സഞ്ജുവിന് ലഭിക്കാത്തത് അത്യന്തം ദയനീയമാണെന്ന് പറയാതെ വയ്യ. കാരണം നമുക്കറിയാം 2024 കഴിഞ്ഞ വർഷം 2020-ൽ 3 സെഞ്ചുറി നേടിയ പ്ലെയറാണ്. സഞ്ജുവിൻ്റെ സ്ട്രൈക്ക് റേറ്റും ബാറ്റിംഗ് ആവറേജും വെച്ച് പരിശോധിക്കുമ്പോൾ സഞ്ജുവിന് 7 അയലത്ത് പോലും എത്താൻ പറ്റാത്ത ഒരു പ്ലെയറാണ് ശുഭ്മാൻ ഗില്ല്. എന്നാൽ ശുഭ്മാൻ ഗില്ലിന് തുടർച്ചയായി ഇങ്ങനെ തുടരെ അവസരങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അതെടുത്ത് പറയേണ്ടത്. അവർ പറയുന്നതിന് കാരണം ഭാവി ക്യാപ്റ്റനായിട്ട് ഉയർത്തിക്കാട്ടുന്ന ഒരു താരമാണ് ശുഭ്മാൻ ഗില്ല് എന്നാണ് പറയുന്നതെങ്കിലും ശുഭ്മാൻ ഗില്ല് തുടരെ സ്കോർ കണ്ടെത്താതെ പരാജയപ്പെടുന്നത് അത്യന്തം ദയനീയമായ കാഴ്ചയാണ്. അത് സഞ്ജുവിനെ പോലെയുള്ള ഒരു പ്ലെയറെ ഡ്രസ്സിംഗ് റൂമിലെത്തുന്നത് അത്യന്തം ദയനീയമായെന്ന് പറയാതെ അയ്യപ്പൻ എന്താ തോന്നുന്നത്? എന്റെ സംശയം ടീം മാനേജ്മെന്റിന് എന്തുകൊണ്ട് സഞ്ജുവിനെ ഇഷ്ടമാകുന്നില്ല? എന്താണ് അതിന്റെ കാരണം? ഇത് ഇഷ്ടമാവാത്ത എനിക്ക് തോന്നുന്നു ഒരു ഉത്തരേന്ത്യൻ ലോബിയിലെ ഒരു ഇടപെടലാണ്. സൂര്യകുമാർ യാദവും ശുഭ്മാൻ ഗിൽ എന്നൊക്കെ കളിക്കുന്നത് നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന പ്ലെയറാണ്. സഞ്ജു വരുന്നത് സൗത്ത് ഇന്ത്യയിൽ നിന്നാണ്. ഇനി അതുകൊണ്ടാണോ എന്നറിയില്ല സഞ്ജുവിനെ തടയുന്നതെന്നറിയില്ല. സഞ്ജുവിന് വേണ്ടത്ര അവസരങ്ങൾ കിട്ടാത്തത്, സഞ്ജു കഴിഞ്ഞ ഓസ്ട്രേലിയക്കെതിരായ 2020-ൽ ഒരു കളിയിൽ രണ്ട് കളിയിലാണ് സഞ്ജുവിനെ ഉൾപ്പെടുത്തിയത്. ഒരു കളിയിൽ സഞ്ജുവിന് ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചില്ല. ഒരു കളിയിൽ സഞ്ജുവിന് വേണ്ടത്ര റൺസ് 2 അക്കം പോലും എടുക്കാൻ കഴിയാതെ സഞ്ജു പോയി. സൂര്യകുമാർ യാദവ് പറയുന്നതാണ് സഞ്ജുവിന് നിരവധി അവസരങ്ങൾ ഞങ്ങൾ നൽകി. എന്ത് അവസരങ്ങൾ നൽകി? ഈ പറയുന്ന സൂര്യകുമാർ യാദവ് ഈ വർഷം ഇതുവരെ 19 കളിയാണ് കളിച്ചത്. 19 കളി. അത് ഏഷ്യ കപ്പിൽ പാകിസ്ഥാനെതിരെ നേടിയ 47 റൺസ് ഒഴിച്ചാൽ ഒരു മികച്ച ഒരു അർദ്ധ സെഞ്ചുറി പോലും നേടാൻ ഇന്ത്യൻ ക്യാപ്റ്റനായ സൂര്യകുമാർ യാദവിന് കഴിയാത്തത് അത്യന്തം ദയനീയമാണ്. മാനേജ്മെന്റ് അത്തരത്തിൽ ഒരു ഇടപെടൽ സൂര്യകുമാർ യാദവിന്റെ കാര്യത്തിൽ കാണിക്കുന്നു, ഗില്ലിന്റെ കാര്യത്തിൽ കാണിക്കുന്നു. അപ്പോൾ എൻ്റെ മറ്റൊരു സംശയം, ഇഷാൻ കിഷൻ എന്ന് പറയുന്ന ഒരു വിക്കറ്റ് കീപ്പർ ഉണ്ട്. അദ്ദേഹം ഈ പറയുന്ന സഞ്ജുവിനോടൊപ്പം തന്നെ പ്രതിഭയുള്ള ഒരു കളിക്കാരനാണ്. ഇഷാൻ കിഷൻ പോലും ഇപ്പം ടീമിലില്ല, ഈ ടീം സ്ക്വാഡിൽ അദ്ദേഹം ഇല്ല. അതുപോലെ തന്നെ മറ്റൊരു വിക്കറ്റ് കീപ്പറാണ് KL രാഹുൽ. അപ്പോൾ ഇവിടെ ഒരു സ്ഥാനം, ഒരു വിക്കറ്റ് കീപ്പർ, ഒരു ജൂനിയർ വിക്കറ്റ് കീപ്പറെ വെച്ച് ഇവർ എന്തിന് കളിക്കുന്നു? അപ്പോൾ സഞ്ജുവിനെ പൂർണ്ണമായും തഴയുന്നതിന് കാരണം ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അടുത്ത ലോകകപ്പ് വരുമ്പോൾ 2020 വരുമ്പോൾ സഞ്ജു ടീമിൽ ഉണ്ടാകരുത് എന്നാണോ? അല്ല, KL രാഹുലിന്റെ കാര്യം ചേട്ടൻ പറഞ്ഞില്ല. KL രാഹുൽ ഇപ്പൊ സമീപകാലത്തായി കഴിഞ്ഞ സൗത്ത് ആഫ്രിക്കക്കെതിരായ ഏകദിനത്തിൽ ക്യാപ്റ്റനായിരുന്നു. അദ്ദേഹം 2-1 പരമ്പര ഇന്ത്യക്ക് നേടിക്കൊടുക്കുന്നതിൽ ക്യാപ്റ്റൻസി IPL വന്നവരാണ്. അതെ, അത് മാത്രമല്ല അദ്ദേഹം ടെസ്റ്റിലും കളിച്ചിരുന്നു. ടെസ്റ്റിൽ 2-0 ദയനീയമായി പരാജയപ്പെട്ടു. പക്ഷെ ടെസ്റ്റിലും കളിച്ചിരുന്നു, ഏകദിനത്തിലും KL രാഹുൽ കളിച്ചിരുന്നു. എന്നാൽ സഞ്ജുവിന് ഏകദിന ടീമിലേക്ക് വരികയാണെങ്കിൽ
പല കളിക്കാരും ഇല്ലായിരുന്നു. ഈ പുതിയ വിക്കറ്റ് കീപ്പർ ഉണ്ടല്ലോ, അദ്ദേഹം അത്ര പ്രതിഭയുള്ള ആളാണ്. ജിതേഷ് ശർമ്മ ആഭ്യന്തര ലീഗുകളിൽ കളിച്ച് നല്ല മികച്ച. ജിതേഷ് ശർമ്മയ്ക്കൊപ്പം നിൽക്കുന്ന ആളല്ലേ ഇഷാൻ കിഷൻ? അതെ, പക്ഷെ ഇഷാൻ കിഷനെ ഒഴിവാക്കിയതായിട്ട് പറയുന്നത് മാനേജ്മെന്റ് ഉടക്കമുണ്ടാണ്. അതായത് ഗംഭീറിനും അഗാർക്കറിന്റെയും മാനസപുത്രനല്ല ഈ പറയുന്ന ഇഷാൻ കിഷൻ. ആഭ്യന്തര ലീഗുകളിൽ കളിക്കാൻ പറഞ്ഞിട്ട് ആഭ്യന്തര ലീഗിൽ കളിക്കാൻ ടീം മാനേജ്മെന്റ് ആവശ്യപ്പെട്ടിട്ടും കളിക്കാത്ത ഒരു പ്ലെയറാണ് ഇഷാൻ കിഷൻ എന്നാണ് ഈ ഗംഭീറിന്റെയും അഗാർക്കറിന്റെയൊക്കെ വാദം. കാരണം അത് ശരിയുമാണ്. കാരണം കഴിഞ്ഞ 1-2 വർഷമായിട്ട് ആഭ്യന്തര ലീഗുകളിൽ ഇഷാൻ കിഷന് കളിച്ചിട്ടില്ല. അത് ടീം മാനേജ്മെന്റ് ആവശ്യപ്പെട്ടിട്ടും ആഭ്യന്തര ലീഗിൽ കളിച്ചില്ല. എന്നാൽ നോക്കൂ, ഈ സൗത്ത് ആഫ്രിക്കക്കെതിരായ 2020 പരമ്പര തുടങ്ങും മുമ്പ് മുസ്താഖ് അലി ടൂർണമെന്റിൽ മികച്ച പ്രകടനമാണ് സഞ്ജു കാഴ്ചവെച്ചത്. അർദ്ധ സെഞ്ചുറി ഉൾപ്പെടെ കഴിഞ്ഞിട്ടും സഞ്ജുവിന് അത് മുസ്താഖ് അലി ടൂർണമെന്റ് എന്ന് പറഞ്ഞാൽ 2020 പരമ്പര ടൂർണമെന്റാണ്. പല 1-2 മികച്ച പ്രകടനം കാഴ്ചവെച്ചു സഞ്ജുവിന് മാത്രം അവസരം ലഭിക്കാത്തത് എന്തോ നടക്കുന്നുണ്ട്. പല ഇന്ത്യക്ക് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ച കളിക്കാരാണ് എസ് ബദ്രീനാഥ്, അതുപോലെ തന്നെ റോബിൻ ഉത്തപ്പ, അതുപോലെ തന്നെ മുഹമ്മദ് കെയ്ഫിനൊക്കെ രൂക്ഷമായ ഭാഷയിലാണ് പറഞ്ഞത്. അതിന്റെ ഗില്ലിന്റെ ക്യാപ്റ്റൻ പ്രതിഭാശാലികളായ ഒരുപാട് കളിക്കാരുണ്ടായിട്ടും 2020 മോശം റെക്കോർഡുള്ള ശുഭ്മാൻ ഗില്ലിനെ എന്തിനാണ് വൈസ് ക്യാപ്റ്റൻ ആക്കുന്നതെന്നാണ് എസ് ബദ്രീനാഥ് ചോദിക്കുന്നത്. എൻ്റെ ഒരു സംശയം ചോദിച്ചോട്ടെ, ഇപ്പം 2020 ഒരു ടീം സ്കോഡ്, ഏകദിനത്തിലൊരു ടീം സ്കോഡ്, ടെസ്റ്റിന് ഒരു ടീം സ്കോഡ്, ഇങ്ങനെ 3 ടീം സ്കോഡ് ടീം അംഗങ്ങളെ വന്നിട്ടുണ്ട്. പ്രതിഭകളുടെ ദാരിദ്ര്യം ഇല്ലാത്തതുകൊണ്ടല്ല, പക്ഷേ ഈ 3 ഫോർമാറ്റിലേക്കും താരങ്ങളെ തിരഞ്ഞെടുക്കുന്നതിൽ അജിത് അഗാർക്കർ പരാജയമാണെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും അജിത് അഗാർക്കർ, നമുക്കറിയാലോ ടെസ്റ്റ് നോക്കൂ, സ്പിന്നിന് അനുകൂലമായ വിക്കറ്റുകളാണ്. എങ്ങനെ കളിക്കണമെന്നൊന്നും അറിയില്ല. അതെ, സ്പിന്നിന് അനുകൂലമായ വിക്കറ്റുകളാണ് പൊതുവെ ഇന്ത്യയിൽ എതിർ ടീമുകൾ വരുമ്പോൾ. ഓസ്ട്രേലിയ ആയാലും ദക്ഷിണാഫ്രിക്ക ആയാലും ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ വെറുതെ വിക്കറ്റിന് മുന്നിൽ തുഴയുക. അതായത് ഈ ദക്ഷിണാഫ്രിക്കയിൽ അത്ര പോലും റെക്കോർഡുള്ള താരമല്ല. ആ താരത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. രണ്ട് ടെസ്റ്റിലും അദ്ദേഹം ഇന്ത്യയുടെ മുൻനിര വിക്കറ്റുകളിലൊക്കെ ഭൂരിഭാഗം വിക്കറ്റുകളും സ്വന്തമാക്കിയ ദക്ഷിണാഫ്രിക്കയുടെ സ്പിന്നറാണ്. ഇന്ത്യ അത് കേശവ് മഹാരാജ് അല്ല, വേറെ പ്ലെയർ ഉണ്ടായിരുന്നു. അതായത് എതിർ ടീമിനെ കുഴിയിലാക്കാൻ വേണ്ടി ഇന്ത്യ ഒരുക്കിയ സ്പിൻ കുഴിയിൽ ഇന്ത്യ തന്നെ വീഴുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? ഇന്ത്യയുടെ ബാറ്റിംഗ് നിര അമ്പയെ പരാജയപ്പെട്ട് കഴിഞ്ഞു. ഇന്ത്യ തീർച്ചയായിട്ടും ഇത് അജിത് അഗാർക്കറിനും ഗൗതം ഗംഭീറിനും ഇന്ത്യയുടെ നിലവിലെ പരിതാപകരമായ അവസ്ഥയിൽ നിന്നും ആ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ഒരിക്കലും സാധിക്കില്ല. എൻ്റെ ഒരു സംശയം കൂടെ, അതായത് ടീം സെലക്ഷനിൽ അജിത് അഗാർ, അതായത് ടീം സെലക്ടർ എന്ന് പറയുന്നത് മാനേജ്മെന്റ്, ടീമിന്റെ സെലക്ടറാണല്ലോ വലിയ ഘടകം. അപ്പൊ ടീം മാനേജ്മെന്റും ഗൗതം ഗംഭീറും തമ്മിൽ എന്തെങ്കിലും അകൽച്ചയുണ്ടോ? ഇപ്പൊ വേറെ സംഭവം, കഴിഞ്ഞ മത്സരത്തെ പറ്റി ഞാനൊരു നാഷണൽ ഒരു ഓൺലൈൻ വാർത്ത അല്പസമയം മുമ്പ് വായിക്കേണ്ടായി. ഹർദിക് പാണ്ഡ്യ ഗില്ലിനെ മാറ്റണമെന്നും അതുപോലെ തന്നെ സഞ്ജു വി സാംസനെ അകത്ത് ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് ഗൗതം ഗംഭീറിനോട് കുറച്ച് പരുഷമായ രീതിയിൽ സംസാരിച്ചെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹർദിക് പാണ്ഡ്യക്ക് ടീമിൽ ഹർദിക് പാണ്ഡ്യക്ക് വേറൊരു കലിപ്പും കൂടി ഉണ്ട് ശുഭ്മാൻ ഗില്ലിനോട്. അതായത് IPL ശുഭ്മാൻ ഗിൽ കളിച്ചത് ഗുജറാത്ത് ടൈറ്റൻസിന് വേണ്ടിയാണ്. ഹർദിക് പാണ്ഡ്യ ആയിട്ട് മുംബൈ ഇന്ത്യൻസിന് വേണ്ടിയാണ് ഹർദിക് പാണ്ഡ്യ ക്യാപ്റ്റനായിരുന്നു. അപ്പോൾ ഇവർ കഴിഞ്ഞ IPL വെച്ച് ഇവർ പരസ്യമായി ഏറ്റവും അസ്വാരസ്യവും ഇവർ തമ്മിൽ സൗന്ദര്യപ്പിണക്കം ഉണ്ടെന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ അന്നും വന്നിരുന്നു, ഇപ്പോഴും വരുന്നുണ്ട്. അപ്പോൾ സഞ്ജുവിനെ ടീമിൽ ഉൾപ്പെടുത്തണമെന്ന് ഹർദിക് പാണ്ഡ്യ ആവശ്യപ്പെട്ടതായ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. കാരണം ഹർദിക് പാണ്ഡ്യ നന്നായിട്ടാണ് കളിച്ചത്. വേറൊരു രസമുണ്ട്, ഈ അടുത്ത കാലത്ത് വരെ ഹർദിക് പാണ്ഡ്യ ആയിരുന്നു 2020 ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റൻ ഒന്നും കൂടി അതോടെ ഇപ്പൊ സ്വാഭാവികമായിട്ടും ഗില്ലിനെ ക്യാപ്റ്റൻ ആക്കിയതോടുകൂടി വൈസ് ക്യാപ്റ്റൻ ആക്കിയതോടുകൂടി ഹർദിക് പാണ്ഡ്യയുടെ വൈസ് ക്യാപ്റ്റൻ സ്ഥാനവും കൂടി തുലാസ് പോയ അവസ്ഥയാണ്. അതുകൊണ്ട് അതിന്റെ ഒരു ചെറുപ്പം കൂടി ചിലപ്പോൾ ഉണ്ടായി കാണാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കുമ്പോൾ ഇന്ന് സഞ്ജുവിന് ടീമിൽ ഇടം കിട്ടും എന്നൊരു ചെറിയ ഹോപ്പെങ്കിലും ഒരു കളി നിരീക്ഷകൻ എന്ന രീതിയിൽ താങ്കൾക്കുണ്ട്? അല്ല, ഇന്ന് ഞാൻ പറഞ്ഞത് ശുഭ്മാൻ ഗില്ലിനെ സ്വാഭാവികമായിട്ടും മാറ്റി നിർത്തുകയാണെങ്കിൽ ശുഭ്മാൻ ഗില്ലിനെ അവസാന ചാൻസ് കൊടുത്താൽ അങ്ങനെയാണെങ്കിൽ ഇന്നും സഞ്ജു കളിക്കാനുള്ള സാധ്യത കുറവാണ്. സഞ്ജുവിനെ മറ്റു ലേഖകരും പറയും. ഏറ്റവും വലിയ കൗതുകരമായ കാര്യം, ഈ പരമ്പര, അതായത് സൗത്ത് ആഫ്രിക്കക്കെതിരായ 2020 പരമ്പര അവസാനിച്ച ശേഷം ന്യൂസിലൻഡ് വരുന്നുണ്ട്. ന്യൂസിലൻഡിന്റെ 2020 പരമ്പര, അത് ഒരു മത്സരം നടക്കുന്നത് തിരുവനന്തപുരം കാര്യവട്ടത്താണ് ഒരു മത്സരം നടക്കുന്നത്. ആ സ്വന്തം നാട്ടിൽ പോലും സഞ്ജുവിനെ കളിപ്പിക്കുക എന്ന കാര്യത്തിൽ സംശയമാണ്. അപ്പോൾ നമുക്കിതിൽ പറയാനുള്ളത് അജിത് അഗാർക്കറും ഗൗതം ഗംഭീറും, പ്രത്യേകിച്ച് അജിത് അഗാർക്കർ തന്നെ ഇന്ത്യൻ ടീമിനെ ഒരു പ്രതിഭയുള്ള ഒരു കളിക്കാരന്റെ ഭാവി വെച്ച് തുലാസിലാടുകയാണെന്ന് എന്ന കാര്യത്തിൽ ഒരു സംശയം കൂടി ചോദിച്ചോട്ടെ. ഈ CSKയിലേക്ക് ചെന്നൈയിലേക്ക്
ഈ പറയുന്ന സഞ്ജു പോയതാണോ ഇവർക്ക് ഇത്ര വിരോധം ഉണ്ടാവാൻ കാരണം? അല്ല, CSKയില് സഞ്ജു വന്നത് സഞ്ജുവിന് ആസ് എ ഒരു ബാറ്റർ എന്ന രീതിയിൽ സഞ്ജുവിന് അതൊരു മുതൽക്കൂട്ടാണ്. കാരണം സഞ്ജു CSK എന്ന് പറഞ്ഞാൽ ചെന്നൈ സൂപ്പർ കിങ്സും മുംബൈ ഇന്ത്യൻസ് എന്ന് പറഞ്ഞാൽ IPL മെയിൻ ടീമുകളാണ്, നല്ല ഫ്രാഞ്ചൈസി, നല്ല ഫ്രാഞ്ചൈസികളാണ്, നല്ല ഇൻവെസ്റ്റേഴ്സ് ഉള്ള ഫ്രാഞ്ചൈസികളാണ്. ഈ പറഞ്ഞ രാജസ്ഥാൻ റോയൽസിൽ നിന്നാണല്ലോ സഞ്ജു സാംസൺ ചെന്നൈയിലേക്ക് വന്നത്. രാജസ്ഥാൻ റോയൽസിനേക്കാളും എന്തുകൊണ്ട് നല്ല ഫ്രാഞ്ചൈസിയാണ്, നല്ല ഇൻവെസ്റ്റേഴ്സ് ഉള്ള ഒരു ടീമാണ് സഞ്ജുവിന്റെ കരിയറിൽ ബാറ്റ്സ്മാൻ എന്ന രീതിയിൽ. അപ്പൊ അദ്ദേഹം CSKയിലേക്ക് പോയത് ഇവർക്ക് എന്തെങ്കിലും കല്ലുകടിയുണ്ടോ? ഇനി അത് അത്തരത്തിലുള്ള റിപ്പോർട്ടുകളൊന്നും പുറത്തു വന്നിട്ടില്ല. ചിലപ്പോൾ എന്റെ മറ്റൊരു സംശയം, CSKയിൽ ഇദ്ദേഹത്തിന്റെ പ്രതിഭ തെളിയിച്ചാൽ ഇവർ എത്ര തന്നെ മാറ്റിയെടുക്കാൻ ശ്രമിച്ചാലും ലോകകപ്പ് ടീമിലേക്ക് സഞ്ജു സാംസൺ ലോകകപ്പ് ടീമിൽ ഉൾപ്പെടുത്തുന്ന കളിപ്പിക്കേണ്ടിയും വരും. ലോകകപ്പ് നടക്കുന്ന മാർച്ചിലാണ്. ഈ പറഞ്ഞ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് IPL നടക്കാൻ പോകുന്നത്. IPL നടക്കുന്നത് ഏപ്രിൽ മെയ്യിലാണ്. ലോകകപ്പ് നടക്കാൻ പോകുന്നത് ഈ വരുന്ന 2026 മാർച്ചിലാണ്. അതായത് T20 വേൾഡ് കപ്പിന് ശേഷമാണ് IPL ഉണ്ടാകാൻ പോകുന്നത്. പക്ഷേ T20 വേൾഡ് കപ്പ് ടീമിൽ സഞ്ജു ഇപ്പോഴത്തെ അവസ്ഥയിൽ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. കാരണം ഈ ഗംഭീറും അജിത് കാക്കറും കനിയേണ്ടി വരും. കാരണം അവർ ബോധപൂർവ്വം ഒരു പ്രതിഭയുടെ ധാരാളിത്തമുള്ള പ്ലെയറെ വെച്ച് പന്താടുകയാണെന്ന കാര്യത്തിൽ സംശയമില്ല.